ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു പൊതി ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണേ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ആദ്യമായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പാനാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അതിലോട്ട് ഞാൻ ആദ്യം ഓയിലിട്ടതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും സ്ലൈസ് ചെയ്ത സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതേ കണ്ടോ, ഞാൻ ഉപ്പ് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നീളത്തിലരിഞ്ഞ തക്കാളിയും ഗ്രീൻ ചില്ലിയും, അതായത് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ചേർത്ത് ഞാനൊന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കളറൊക്കെ മാറി നല്ല തക്കാളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണേ. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ചെടുത്ത് അതും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്ലേ. നന്നായിട്ട് വഴറ്റണേ, കാരണം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, അതിനുശേഷം ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നിങ്ങളുടെ കറിക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ ചില്ലി പൗഡർ, അതായത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കണേ, അതായത് കരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ നന്നായിട്ട് വഴണ്ട് കിട്ടുകയും വേണം. അങ്ങനെ ചെയ്തതിന് ശേഷം മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മാഗി ക്യൂബ് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്തത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ചിക്കൻ കറി കട്ടാണ് ചെയ്തേക്കുന്നത്. കറി കട്ട് ചെയ്ത ചിക്കൻ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ചട്ടിയല്ലേ, അപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, കാരണം ചൂട് തങ്ങി നിൽക്കുമല്ലോ അതിൽ. അതുകൊണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി എടുക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ. അതെനിക്ക് വീഡിയോയിൽ മിസ്സായി പോയി. പക്ഷേ വേണമെങ്കിൽ കുറച്ച് നെയ്യ് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനത് ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ ഷോർട്ടിൽ വീഡിയോ എടുത്തപ്പോൾ കിട്ടിയില്ല കേട്ടോ, മിസ്സായിപ്പോയി. പക്ഷേ ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. സാധാരണ നമ്മൾ ചിക്കൻ വേവിക്കുന്ന പോലെ എത്രത്തോളം വേവുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ ചിക്കന്. ഒരു 10-15 മിനിറ്റൊക്കെ വേവിച്ച് മതിയാവും മീഡിയം ഫ്ലെയിമിൽ. അത് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്രൈഡ് ഓണിയനും കാഷ്യൂസും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കളർ കിട്ടാൻ വേണ്ടി വെറുതെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കുന്നത്. ഇളക്കിയതിന് ശേഷം ഞാൻ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് റൈസ് ഉണ്ടാക്കാം. നെയ്ച്ചോറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആദ്യം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫുള്ള് നെയ്യിൽ വേണമെങ്കിൽ അതും ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് നെയ്യും കുറച്ച് ഓയിലുമാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ ഉണ്ടല്ലോ, സ്റ്റാർ അനൈസ്, അത് ബ്ലാക്ക് പെപ്പർ, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് സ്ലൈസ് ചെയ്ത ഓണിയൻ ഇട്ട് കൊടുക്കാം. നല്ല നേരിയതായിട്ട് സ്ലൈസ് ചെയ്തതാണേ. അതൊന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓണിയന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു പച്ചമുളക് മതി കേട്ടോ. ഒരു പച്ചമുളക്, എരിയൊന്നും അധികമായി പോകണ്ട. ഒരു പച്ചമുളക് ഇട്ടൊന്ന് ചൂടാക്കാം. അതിനുശേഷം ഞാനൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എല്ലാം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഒരുപാടായിപ്പോയി അതിൻ്റെ കുത്തൽ വരും റൈസിന്, കുറച്ചിട്ടാൽ മതി. അതിനുശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജീരകശാല റൈസ്, കൈമ റൈസ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്.
അതിട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ആ റൈസിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ റൈസ് ഒരു 5-6 മിനിറ്റ് വറുത്താൽ മതിയാവും. അപ്പോഴേക്ക് നല്ല ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം 3 കപ്പ് അരിക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം വയ്ക്കണം. അതായത് 6 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നോർമൽ വാട്ടർ തന്നെയാണ് ഞാൻ ഒഴിച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. പക്ഷേ ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കണം, ഇളക്കി കൊടുക്കണം. എന്തേ കണ്ടോ, ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. റൈസ് റെഡി ആയിട്ടുണ്ടേ. അതിനുശേഷം ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനില്ലേ, ഒണിയനും കാഷ്യൂ, റൈസിൻസ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് നമ്മൾ മറ്റേ വാസ്ത എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഞാൻ ഇങ്ങനെ ഒരുപാട് കരിഞ്ഞു പോകാതെ ഒണിയൻ വറുത്തെടുത്താണേ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടി വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല മണം കിട്ടും. നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഒഴിക്കുന്നില്ല. നമുക്ക് എന്നിട്ട് അടച്ചു വെച്ചിട്ട് തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറക്കാം. കണ്ടോ, തുറന്ന് ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട് റൈസ്. കണ്ടോ, റൈസ് നല്ല പാകത്തിനാണ് വെന്തേക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാനൊരു വാഴയില എടുത്ത്, നമുക്കിനി പൊതി ബിരിയാണി ഉണ്ടാക്കണ്ടേ, അപ്പോൾ വാഴയില എടുത്ത് അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം, കീറിപ്പോകാതിരിക്കാൻ നമ്മളത് വാട്ടിയൊന്നും എടുക്കുമല്ലോ, എടുത്തതിന് ശേഷം കുറച്ച് റൈസ് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചില്ലേ ചിക്കൻ കറി, അത് കുറച്ച് വയ്ക്കുന്നുണ്ട്. റൈസിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. സൈഡിൽ ആവശ്യമുള്ളൊരു സൈഡിൽ വയ്ക്കും. പക്ഷെ നടുക്ക് വയ്ക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ്. എല്ലായിടത്തും എല്ലാ റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. അതുകൊണ്ട് ഞാൻ നടുക്കത്ത് റൈസ് വെച്ചതിന് ശേഷം ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ച് ഒരു പപ്പടം, പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ടോട്ടെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അച്ചാറും ഉണ്ടെങ്കിൽ അച്ചാറും കൂടി വെക്കാം കേട്ടോ. അതുകൂടി വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. വാഴയിലയുടെ നാര് കൊണ്ട് തന്നെ ഞാനൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. കെട്ടിയെടുത്ത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ സ്റ്റീമറിൽ ഇവിടെ സ്റ്റീം ചെയ്യണം. നിങ്ങൾ മറ്റേ ഇഡ്ഡലിയുടെ തട്ടുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതിലും വെച്ചാലും മതി, ഇല്ലെങ്കിൽ സ്റ്റീമറിലും ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് വെള്ളം തിളച്ചതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുക. 5 മുതൽ 10 മിനിറ്റിന് ശേഷം. കണ്ടോ, ഞാനിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റീമറിൽ നിന്ന് എടുക്കുകയാണേ. കണ്ടോ, ഇലയുടെ ആ മണം എല്ലാം ആ ബിരിയാണിയിൽ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വരുവേ. കണ്ടോ, ഞാനിത് തുറന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇപ്പം തന്നെ തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരും. കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് തോന്നും. കാരണം അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള ബിരിയാണിയാണേ. ഇതേ കണ്ടോ, എല്ലായിടത്തും പിടിച്ച് കറിയൊക്കെ റൈസിലെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.